എല്ലാ കൂട്ടുകാർക്കും മൊബൈൽ ആൻഡ് ട്രിക്സിന്റെ പുതിയ രീതിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന ഓരോ ആപ്ലിക്കേഷനുകളും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ആപ്ലിക്കേഷനുകളാണ്. എങ്കിലും ഗുണത്തേക്കാളേറെ ഈ ആപ്ലിക്കേഷനുകൾ കൊണ്ട് വളരെയധികം ദോഷങ്ങളും നമുക്കുണ്ട്. നമുക്ക് ആപ്ലിക്കേഷനുകൾ ഓരോന്നായി പരിചയപ്പെടാം. ഓരോ ആപ്ലിക്കേഷന്റെയും ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും നിങ്ങൾക്ക് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ പരിചയപ്പെടുത്തുന്ന എല്ലാ ആപ്ലിക്കേഷനുകളും ഇല്ലീഗൽ ആപ്ലിക്കേഷനുകളാണ് എന്ന് പറഞ്ഞ് ഈ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചാൽ അപ്പോൾ തന്നെ ജയിലിൽ പോവില്ല, പിടിച്ചാൽ പിടിച്ചു എന്ന് പറയാം. അത്രമാത്രമാണ് എനിക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷനുകൾ പൊതുവായി പല ആളുകളും യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളാണ്. ഈ വീഡിയോ ജസ്റ്റ് അറിവിന് മാത്രം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങൾ ഈ ആപ്ലിക്കേഷനുകൾ സ്വന്തം റിസ്കിൽ മാത്രം ഉപയോഗിക്കുക. നിങ്ങൾക്കിവിടെ 7 ഇല്ലീഗൽ ആപ്ലിക്കേഷനുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി മിസ്ഡ് കോൾ ബോംബർ എന്ന ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. മിസ്ഡ് കോൾ ബോംബർ എന്ന ഈ ആപ്ലിക്കേഷൻ പേര് പോലെ വളരെ ഡേഞ്ചർ ആണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ആരുടെ ഫോണിലേക്ക് ആണെങ്കിലും നമുക്ക് മിസ്ഡ് കോൾ അടിക്കുവാൻ സാധിക്കും. ഒരു മിസ്ഡ് കോൾ അല്ല, ഏകദേശം 999 മിസ്ഡ് കോൾ വരെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊരു പ്രാങ്ക് ആപ്ലിക്കേഷൻ ആണ്. നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പറ്റിക്കാൻ സാധിക്കും. ആപ്ലിക്കേഷന്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ആരുടെ നമ്പറിലേക്കാണോ ഇടപെടാതെ മിസ്ഡ് കോൾ അടിക്കേണ്ടത് ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്ത് എത്ര മിസ്ഡ് കോൾ അടിക്കണമെന്ന് സെറ്റ് ചെയ്യുക. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ഒരു മിസ്ഡ് കോൾ എത്ര ഡ്യൂറേഷൻ അല്ലെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്ന് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അതിനുശേഷം സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. ഇനി നിങ്ങൾ കൊടുത്ത നമ്പറിലേക്ക് കോളുകൾ പോയിക്കൊണ്ടിരിക്കും. വേറെ ആരെങ്കിലും ഈ സമയത്ത് അവരുടെ ഫോണിൽ വിളിച്ചാൽ ബിസി ആയിരിക്കും. ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റി ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പല ആളുകളും ചെയ്യുന്നുണ്ട്. പിടിച്ചാൽ ജയിലിൽ പോകുമെന്നതിന് യാതൊരു സംശയം വേണ്ട. ഈ ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ആപ്ലിക്കേഷൻ പിടിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു ഫോണിലേക്ക് മിസ്ഡ് കോൾ അടിക്കുകയാണെങ്കിൽ അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്താൽ നിങ്ങളെ ഉറപ്പായും സൈബർ സെൽ പൊക്കും. യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാം പറ്റിക്കാൻ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി APK എഡിറ്റർ എന്ന ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷനും പല ആളുകളും ഉപയോഗിക്കുന്നുണ്ടാവും. നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. APK എഡിറ്റർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷനുകൾ മാത്രമല്ല, ഡാറ്റകൾ, ഫയലുകൾ, മ്യൂസിക് എല്ലാം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ആപ്ലിക്കേഷനുകൾ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക എന്ന് നോക്കാം. ഇവിടെ കാണുന്ന സെലക്ട് APK ഫ്രം ആപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ ആണോ എഡിറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ അലാമി എന്ന ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫുള്ളായി എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഫുൾ എഡിറ്റ്, സിമ്പിൾ എഡിറ്റ്, കോമൺ എഡിറ്റ് എന്നെല്ലാം കാണാം. കോമൺ എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അലാമി എന്ന ആപ്ലിക്കേഷന്റെ പേരും ഐക്കണും എല്ലാം മാറ്റുവാൻ സാധിക്കും. ഞാനിവിടെ ജസ്റ്റ് ആപ്ലിക്കേഷന്റെ പേര് മാറ്റുകയാണ്. അനീഷ് എബ്രഹാം എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ APK എഡിറ്റർ ഉപയോഗിച്ച് ഫോൺ സ്റ്റോറേജിലുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് മെമ്മറി കാർഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെ മെമ്മറി കാർഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഏത് ആപ്ലിക്കേഷൻ ആണോ ഫോൺ മെമ്മറിയിൽ നിന്ന് എക്സ്റ്റേണൽ മെമ്മറിയിലേക്ക് മാറ്റേണ്ടത് ആ ആപ്ലിക്കേഷൻ അലാമി ഓപ്പൺ ചെയ്തതുപോലെ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഇൻസ്റ്റാൾ ലൊക്കേഷൻ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് പ്രിഫർ എക്സ്റ്റേണൽ എന്നത് സെലക്ട് ചെയ്യുക. അനിവാര്യമായ മാറ്റങ്ങൾ വരുത്തിയ ശേഷം താഴെ സേവ് എന്ന് കൊടുക്കുക. ഇവിടെ റിമൂവ്, ഇൻസ്റ്റാൾ, ക്ലോസ് എന്ന് കാണാം. റിമൂവ് എന്ന് കൊടുത്ത് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് ഇവിടെ കാണുന്ന ഇൻസ്റ്റാൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേഞ്ച് വരുത്തിയതെല്ലാം വരുന്നതായിരിക്കും. ഈ ആപ്ലിക്കേഷൻ പല ടെക്നീഷ്യന്മാരും യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണ്. എന്നാൽ ഇതും ഒരു ഇല്ലീഗൽ ആപ്ലിക്കേഷൻ ആണ്. കാരണം ആപ്ലിക്കേഷൻ നിർമ്മിച്ചവർക്കോ അല്ലെങ്കിൽ കമ്പനിക്കോ മാത്രമാണ് ആപ്ലിക്കേഷനിൽ ചേഞ്ച് വരുത്തുവാൻ സാധിക്കുക. നമ്മൾ സ്വന്തമായി ആപ്ലിക്കേഷനുകൾ അവരുടെ ആപ്ലിക്കേഷനുകൾ എഡിറ്റ് ചെയ്താൽ അത് എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഉത്തരവാദി നമ്മൾ തന്നെയായിരിക്കും. മൂന്നാമതായി ക്രിപ്റ്റോഗ്രഫി എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഇവിടെ എൻകോഡിംഗ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നും ഏതെങ്കിലും ഒരു സിഗ്നൽ സെലക്ട് ചെയ്യുക. ക്രിപ്റ്റോഗ്രഫി എന്ന ആപ്ലിക്കേഷൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഹാക്കേഴ്സ് ആണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ വേറെ വേറെ സിഗ്നലുകളാക്കി മാറ്റുവാൻ സാധിക്കും. ഞാനിവിടെ ജസ്റ്റ് ഹായ് ഫ്രണ്ട്സ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. താഴെ കാണുന്ന എൻകോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഒരു പുതിയ സിഗ്നൽ അല്ലെങ്കിൽ ഒരു പുതിയ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് കാണാം. അത് ജസ്റ്റ് കോപ്പി ചെയ്ത് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ സാധിക്കും. മെസ്സേജ് റിസീവ് ആവുന്ന ഫോണിൽ ക്രിപ്റ്റോഗ്രഫി എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ
നമുക്ക് ഈ കോഡിന്റെ യഥാർത്ഥ മീനിങ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതും ഒരു ഇല്ലീഗൽ ആപ്ലിക്കേഷൻ ആണ്. ഇതൊരു പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി സേഫ് ആണെന്ന് കരുതാം. നാലാമതായി ഫേക്ക് ഐ ഡി മേക്കർ എന്ന ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആധാർ കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, സ്കൂൾ ഐ ഡി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഫേക്ക് ആയി ഉണ്ടാക്കുവാൻ സാധിക്കും. എന്നാൽ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ പല ആളുകളും ഉപയോഗിക്കുന്നുണ്ട്. ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ ഇല്ലീഗൽ ആപ്ലിക്കേഷൻ ആയത്. ഇങ്ങനെ ഫേക്ക് ആയി നിർമ്മിച്ച രേഖകൾ പിടിക്കപ്പെട്ടാൽ നല്ല പിഴ ചുമത്തേണ്ട കുറ്റമാണ്. അടുത്തതായി ഐ ഹാക്ക് യു എന്ന ഹാക്കിംഗ് ആപ്ലിക്കേഷൻ ആണ്. ഇതൊരു പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. താഴെയായി ഡിസ്ക്ലെയിമർ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാർണിംഗ് കാണുവാൻ സാധിക്കും. ഇതിൽ പറയുന്നത് ഹാക്കിംഗ് എന്താണെന്ന് പഠിപ്പിക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ ആപ്ലിക്കേഷൻ ആണ് ഇതെന്നാണ് പറയുന്നത്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. എന്താണ് ഹാക്കിംഗ് എന്ന് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും. ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ലിനക്സ് ഉപയോഗിച്ച് കമന്റ് ടൈപ്പ് ചെയ്യാനെല്ലാം നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പഠിക്കുവാൻ സാധിക്കും. എന്നാൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. ഈ മെത്തേഡ് ഉപയോഗിച്ച് ആരെയെങ്കിലും ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയവരോ ഞാനോ ഉത്തരവാദിയാവുന്നതല്ല. ഇത് നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചില്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും. ആറാമതായി പോപ്കോൺ ടൈം എന്ന ആപ്ലിക്കേഷനെ പരിചയപ്പെടാം. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇംഗ്ലീഷ് മൂവീസ് കാണുവാൻ സാധിക്കും. നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. പുതിയ പുതിയ സിനിമകളാണ് ഈ ആപ്ലിക്കേഷനിൽ കാണുവാൻ സാധിക്കുക. ഈ ആപ്ലിക്കേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് സിനിമകൾ HD ക്ലാരിറ്റിയിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും എന്നതാണ്. എന്നാൽ ഇതിന്റെ VPN കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും, അല്ലെങ്കിൽ VPN ചേഞ്ച് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് പുതിയ പുതിയ സിനിമകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ ആണ്. അവസാനമായി ലക്കി പാച്ചർ എന്ന ആപ്ലിക്കേഷൻ നമുക്ക് പരിചയപ്പെടാം. പല ആളുകളും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ലക്കി പാച്ചർ. ലക്കി പാച്ചർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷന്റെ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ഫീച്ചറുകൾ നമുക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷനെ കുറിച്ച് തുടക്കത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും ലക്കി പാച്ചർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ആദ്യം ലക്കി പാച്ചർ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഫോണിലുള്ള ആപ്ലിക്കേഷനുകളെല്ലാം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഏത് ആപ്ലിക്കേഷന്റെ ഫീച്ചറുകളാണോ നിങ്ങൾക്ക് ഹാക്ക് ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് ഓപ്പൺ മെനു ഓഫ് പാച്ചസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് മോഡിഫൈഡ് APK ഫയൽ എന്നത് ഓപ്പൺ ചെയ്യുക. അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് റീബിൽഡ് ആപ്പ് എന്ന് കൊടുക്കുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഇവിടെ ഗോ ടു ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സെലക്ട് ചെയ്യുക. ഇവിടെ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത്രയും ചെയ്താൽ ആ ആപ്ലിക്കേഷൻ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ഫീച്ചറുകളെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയി ഉപയോഗിക്കുവാൻ സാധിക്കും. ഞാനിവിടെ പരിചയപ്പെടുത്തിയ 7 ആപ്ലിക്കേഷനുകളും ഇല്ലീഗൽ ആപ്ലിക്കേഷനുകളാണ്. എന്നാൽ പല ആളുകളും ഈ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നുമുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.